പാലക്കാട് മണ്ണാർക്കാട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തെന്ന ആരോപണം. ഈ മാസം 2-നാണ് വായ്പ നൽകിയ സ്ഥാപന ഏജന്റ് നിൽക്കെ മരിയങ്കോട് സ്വദേശി ഇക്ബാൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ചികിത്സയിലിരിക്കെ 3-ാം തീയതിയായിരുന്നു മരണം. 549 രൂപ അടയ്ക്കാൻ 2 ദിവസത്തെ കാലതാമസം ചോദിച്ചിട്ട് ഏജന്റ് നൽകിയില്ല എന്നാണ് ഇക്ബാലിന്റെ ഭാര്യ ഫസീലയുടെ ആരോപണം. അന്ന് രാവിലെ കഞ്ഞി വെച്ചതന്ന് ഇന്നെ തൊഴിലുറപ്പ് പണിക്ക് പറഞ്ഞയച്ചതായിരുന്നു. ഞാൻ കുട്ടിയെ വിചാരിച്ചില്ല ബന്ധിനാണ്. അപ്പോൾ ലോണിൻ്റെ ആൾക്കാർ വരുമ്പോൾ പിന്നെ മറുപടി പറയില്ലാത്തതുകൊണ്ട് ലോൺ തിരിച്ചടക്കേണ്ടത് ഞങ്ങളെ ചുമതല തന്നെയാണ്, ബാധ്യതയാണ്. പക്ഷെ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടച്ചിട്ടില്ല. അപ്പോൾ നാണം കടാൻ വയ്യാച്ചിട്ട് സ്വന്തം മക്കളെ പോലും ഇങ്ങനെ തെരുവിലാക്കി. ഇനി ഇരിക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല. വീണ്ടും അവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് വിളിച്ച് അവർ സംസാരിച്ചു. സാറേ എനിക്ക് 2 ദിവസത്തെ അവധി തരണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോയി ചത്തൂടെ, ഞങ്ങൾക്കൊന്നും പൈസ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു. സാറേ ഞാൻ ഏറ്റെടുത്തോളം ലോണ് ഞങ്ങൾക്ക് 2 ദിവസത്തെ സാവകാശങ്ങൾ തരുന്നു. അന്നത്തെ അടവ് 549 രൂപ അടവ്. ഞാൻ 2 ദിവസത്തെ അവധിയാണ് ചോദിച്ചത്, അത് തരില്ല. പോയി ചത്തൂടെ എന്ന് പറഞ്ഞു. അവരപ്പോൾ പെട്ടെന്ന് പോയി മനോവിഷമത്തിൽ വിഷം കഴിക്കായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഓക്കനിക്കണതാ കണ്ടത്. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് വിഷം കഴിച്ചിക്കണമെന്ന്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിഖിൽ പരമേശ്വരനുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, പറയൂ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, നമുക്ക് കേൾക്കുമ്പോൾ വലിയ പ്രയാസം തോന്നുന്ന ഒരു മരണമാണ് ഇക്ബാലിൻ്റേത്. കാരണം കേവലം 549 രൂപ അടവ് നൽകാൻ, അതായത് അപ്പോഴത്തെ വായ്പ എടുത്തതിൻ്റെ അടവ് നൽകാൻ കയ്യിലില്ലാത്തതിനാൽ ഒരു യുവാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വേദന നിറഞ്ഞതാണ് എന്നുള്ളതാണ് ആ ഉമ്മയുടെയും ഭാര്യയുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2-നാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വീട്ടിൽ ഒരു ഇത്തരത്തിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഏജന്റ് വന്ന് പണം ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നൽകാൻ 549 രൂപയായിരുന്നു അടവ്. അത് നൽകാൻ തൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ പോയി മരിച്ചൂടെ, പോയി ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ് ഈ ഏജന്റ്. ഉടനെ തന്നെ മനോവിഷമത്തിലായ ഇക്ബാൽ വീടിനകത്തേക്ക് പോയി അകത്തുണ്ടായിരുന്ന വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഭാര്യ അടക്കം അടുത്തുണ്ടായതിനാൽ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3-ന് ഇക്ബാൽ മരിച്ചു. അതിന് പിന്നാലെ ഇപ്പോഴാണ് അവരുടെ കുടുംബമൊക്കെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്കെങ്കിലും എത്തുന്നത്. ആ അമ്മയുടെ വാക്കുകൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ തറയ്ക്കുന്നതാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും പഴി പറയുന്നില്ല, ആരുടെയും മേൽ കുറ്റം ചാരുന്നില്ല, ഞങ്ങളുടെ ജീവിതത്തോട് തന്നെയാണ് ഞങ്ങൾക്ക് വിഷമം, ഞങ്ങളുടെ ജീവിതത്തോട് തന്നെയാണ് ഞങ്ങൾക്ക് പരാതി എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ഈ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിനപ്പുറത്തേക്ക് എന്താണ് ഇവരെ ഈ തുച്ഛമായ തുകയ്ക്ക് ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതാണ്. ഈ ഇക്ബാലിന് തന്നെ ഏതാണ്ട് 5ഓളം ഇത്തരത്തിലുള്ള ചെറുകിട ലോണുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ചെറിയ തുകയാണ്. ഈ 5 ലോണുകൾ എടുത്താലും ഏതാണ്ട് ഒരു 1-2 ലക്ഷം രൂപയിൽ മാത്രമേ താഴെ വരൂ എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഒരു ലോൺ എടുത്ത് അതിൻ്റെ തിരിച്ചടവ് മുടങ്ങുമ്പോൾ അത് മേക്കപ്പ് ചെയ്യാൻ മറ്റൊരു ലോൺ എടുക്കേണ്ട സാഹചര്യം. അങ്ങനെയാണ് ഈ ഇത്തരത്തിൽ 5ഓളം ലോണുകൾ ഈ ഇക്ബാലിന് മാത്രം ഉണ്ടായ സാഹചര്യം. ഇന്ന് മാത്രമല്ല, നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ഗ്രാമപ്രദേശങ്ങളിലും ഏതാണ്ട് 20-30 ലോണുകൾ വരെയുള്ള വീട്ടമ്മമാരുണ്ട് എന്നുള്ളതാണ്. ശരി നിഖിൽ, ഈ സ്ഥിതിവിശേഷമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നാണ് നിഖിൽ പരമേശ്വരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.